ബഹുമാനപ്പെട്ട അമീൻ മുസ്ലിയാരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ യോഗത്തിന്റെ അധ്യക്ഷനും ഇസ്ലാമിക് കൗൺസിലിന്റെ പ്രസിഡന്റ് കൂടിയായ ഉസ്താദ് അബ്ദുൽ ഗഫൂർ ഫൈസി, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ഇസ്ലാമിക് കൗൺസിൽ ചെയർമാൻ ഉസ്താദ് ഷംസുദ്ദീൻ ഫൈസി, ഇവിടെ ദുആ നിർവഹിച്ച ഇസ്ലാമിക് കൗൺസിലിന്റെ വൈസ് ചെയർമാൻ ഉസ്മാൻ ദാരിമി, ഈ യോഗത്തിൽ നമ്മളോട് ഉദ്ബോധന പ്രസംഗം നടത്തുന്ന, ഇന്ന് ഇൻഷാ അല്ലാഹ് തറാവീഹ് നിസ്കാരത്തിന് ശേഷം ഇവിടെ നടക്കുന്ന റമദാൻ പ്രഭാഷണത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുകയും കൂടെ ചെയ്യുന്ന നമ്മുടെ വിശിഷ്ടാതിഥി മുസ്തഫ ഹുദവി ആക്കോട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യൻ എംബസിയുടെ എക്സ്റ്റേണൽ കമ്മ്യൂണിറ്റി അഫയേഴ്സ് ആൻഡ് അസോസിയേഷൻസ് സെക്കൻഡ് സെക്രട്ടറി കൂടിയായ മിസ്റ്റർ ഹാരിത് റേത്തൻ ഷലാത്ത്, അതുപോലെ വേദിയിലുള്ള ഇസ്ലാമിക് കൗൺസിലിന്റെ കേന്ദ്ര നേതാക്കൾ, KMCC പ്രതിനിധി ഇക്ബാൽ മാവിലാടം, KKMA പ്രതിനിധി റഫീഖ് സാഹിബ് അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, ഇസ്ലാമിക് കൗൺസിലിന്റെ സഹപ്രവർത്തകരെ, ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, വലിയ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരിശുദ്ധ റമളാന്റെ ഈ ബറക്കത്താക്കപ്പെട്ട സമയത്ത് ഒരു വലിയ ഇഫ്താർ സംഗമത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കുവൈത്തിലെ പോഷക സംഘടനയായ കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ കഴിഞ്ഞ 25 വർഷക്കാലത്തോളമായി കുവൈത്തിൽ മത, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ വ്യക്തമായ കയ്യൊപ്പ് ചാർത്തി കുവൈത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇസ്ലാമിക് കൗൺസിൽ. ഇസ്ലാമിക് കൗൺസിലിന്റെ വിവിധങ്ങളായ പദ്ധതികളും പരിപാടികളും ഇതിനകം തന്നെ നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചവരും അതിനൊക്കെ ദൃക്സാക്ഷികളായവരും ആയിരിക്കും. ആ ഇസ്ലാമിക് കൗൺസിലിന്റെ ഈ വർഷത്തെ റമളാനോടനുബന്ധിച്ച് നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു ഇഫ്താർ സംഗമവും റമളാൻ പ്രഭാഷണ സദസ്സുകൂടെയാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് തറാവീഹ് നിസ്കാരത്തിന് ശേഷം രാത്രി 9:30 മണിക്ക് ഇതേ സ്ഥലത്ത് വെച്ച് പ്രമുഖ വാഗ്മിയും യുവ പണ്ഡിതനുമായ മുസ്തഫ ഹുദവി ആക്കോടിന്റെ പ്രസംഗമുണ്ടായിരിക്കും, റമളാൻ പ്രഭാഷണം ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും ആ സദസ്സിലും ഉണ്ടായിരിക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഈ സദസ്സിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ഇസ്ലാമിക് കൗൺസിലിന്റെ ചെയർമാൻ ഷംസുദ്ദീൻ ഫൈസി ഉസ്താദ്, ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന അബ്ദുൽ ഗഫൂർ ഫൈസി, യോഗത്തിൽ ദുആ നിർവഹിച്ച ഉസ്മാൻ ദാരിമി ഉസ്താദ്, ഇവിടെ വേദിയിലും സദസ്സിലുമുള്ള ഇസ്ലാമിക് കൗൺസിലിന്റെ കേന്ദ്ര നേതാക്കളായ ഇസ്മായിൽ ഹുദവി ഉസ്താദ്, ഷിഹാബ് മാസ്റ്റർ നീലഗിരി, ഇസ്ലാമിക് കൗൺസിലിന്റെ ട്രഷറർ ES അബ്ദുറഹ്മാൻ ഹാജി, ഇസ്ലാമിക് കൗൺസിലിന്റെ സെക്രട്ടറിമാരായ ഹസൻ തഖ്വ, അബ്ദുൽ ഹമീദ് അൻവരി ഉസ്താദ്, അതുപോലെ വൈസ് പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി പുതുപ്പറമ്പ്, അബ്ദുൽ ലത്തീഫ് എടയൂർ അടക്കമുള്ള ഇസ്ലാമിക് കൗൺസിലിന്റെ നേതാക്കൾ, മുസ്തഫ ദാരിമി ഉസ്താദ്, മറ്റു സിറാജ് എരിഞ്ഞിക്കൽ, KKMA KMCC പ്രതിനിധികളായിട്ടുള്ള റഫീഖ് സാഹിബ് ആൻഡ് ഇക്ബാൽ മാവിലാടം, ഇസ്ലാമിക് കൗൺസിലിന്റെ കേന്ദ്ര സെക്രട്ടറി അബ്ദുൽ മുനീർ പെരുമുഖം, റസാഖ്, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇസ്മായിൽ വള്ളിയോത്ത് അടക്കമുള്ള എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും ഇവിടെ ഈ ഇഫ്താർ സംഗമത്തിന് എത്തിച്ചേർന്നിട്ടുള്ള ഓരോ സഹോദര സഹോദരിമാരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ ഫൈസി ഉസ്താദിനെ ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.